ശ്രീ മാത്യു ടി തോമസ്. മാലിന്യത്തെ തുടർന്നുണ്ടായ മത്സ്യത്തിൻ്റെ നഷ്ടമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നദികളിലും മറ്റ് ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ നിയമ വ്യവസ്ഥകൾ ഇന്ന് നിലവിലുണ്ട്. ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ടിലും കഴിഞ്ഞ വർഷം പാസ്സാക്കിയ പബ്ലിക് ഹെൽത്ത് ആക്ടിലുമൊക്കെ ജാമ്യമില്ലാത്ത കുറ്റമായി ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാനാവുന്നില്ല. ഒരിടത്ത് പോലും ജലാശയങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ ഈ നിയമവ്യവസ്ഥകൾ വെച്ച് കേസെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി അതിൽ അങ്ങ് മുൻകൈ എടുത്ത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത് പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കർശനമായി ഈ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചത് ഗൗരവമായ പ്രശ്നം തന്നെയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ശ്രീ കെ ജെ മാക്സി. പെരിയാറിലുണ്ടായ മനുഷ്യക്കുരുതിയിൽ അവിടെ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സർ, പെരിയാറിലെ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ഏകദേശം 2248 സജീവ മത്സ്യത്തൊഴിലാളികളും 512 അനുബന്ധ മത്സ്യത്തൊഴിലാളികളും ഉപജീവനം നടത്തുന്നുണ്ട്. കൂടാതെ 150ഓളം ചീനവലകളും പ്രവർത്തിച്ചു വരുന്നു. പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയിൽ തീ ജലാശയത്തിലെ മത്സ്യസമ്പത്ത് നശിച്ചു പോയതായി മനസ്സിലാക്കുന്നു. ഇത് പുഴയെ ആശ്രയിച്ച് ഉപജീവനം നടത്തി വരുന്ന മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഗവൺമെൻറ് വിലയിരുത്തിയിട്ടുള്ളത്. പുഴയിലെ തനത് മത്സ്യസമ്പത്തിൻ്റെയും മത്സ്യവിഭവത്തിൻ്റെയും ആവാസ വ്യവസ്ഥയുടെയും പുനരുജ്ജീവനത്തിനായി ഈ മേഖലയിലെ വിഷയങ്ങൾ വിദഗ്ധർ, മത്സ്യത്തൊഴിലാളികൾ, മത്സ്യകർഷകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ച ചെയ്ത് മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി, മത്സ്യസങ്കേതങ്ങൾ സ്ഥാപിക്കൽ, സ്വാഭാവിക പ്രജനന കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രായോഗികത പരിശോധിച്ച് നടപ്പാക്കും. പെരിയാറിലെ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകും. സ്ഥായിയായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഏറ്റവും വേഗം സ്വീകരിക്കും.